നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ പിൻഗാമിയാകാൻ ഫോറിൻ സെക്രട്ടറി വൈറ്റ് കൂപ്പർ. അണിയറ നീക്കം സജീവം. മെയ് മാസത്തിലെ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെട്ടാൽ കീർ സ്റ്റാർമറെ പാർട്ടി പുറത്താക്കും. പൊതുതിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാൻ നേതാക്കൾ ആവശ്യപ്പെടുമെന്ന പ്രതീക്ഷയിൽ കൂപ്പറിന്റെ അനുകൂലികൾ. ലോക്കൽ തിരഞ്ഞെടുപ്പ് ഫലം ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവുകൾക്കും തലവേദനയാവും. നൂറുകണക്കിന് സീറ്റുകൾ റിഫോം സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുമെന്ന് സർവേകൾ. യുകെയിൽ ആഴ്ചകൾക്കുള്ളിൽ കുടുംബങ്ങളുടെ ചെലവ് കുതിച്ചുയരും. വർദ്ധിക്കാൻ പോകുന്നത് കൗൺസിൽ ടാക്സ് മുതൽ TV ലൈസൻസ് ഫീസ് വരെ. നോർത്ത് സോമർസെറ്റ്, ഷോംഷെയർ, വോൾസ്റ്റെയർ എന്നിവിടങ്ങളിൽ നികുതി ഉണ്ടാകാൻ പോകുന്നത് 8.99% വർധനവ്. സൗജന്യ ലൈസൻസ് തുടർന്നും ലഭിക്കുന്നത് പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്ന 75 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാത്രം. നികുതി വർധനവ് പ്രാബല്യത്തിൽ വരിക ഏപ്രിൽ 6 മുതൽ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന് താൻ തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ മികച്ച കരാർ വ്യവസ്ഥകൾ നേടിയെടുക്കുന്നതിനായി US യുദ്ധം തുടരുമെന്നും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഹോർമുസ് കടലിടുക്കിന് വടക്കുഭാഗത്തുള്ള ഇറാന്റെ തീരമേഖലകളിൽ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്കയുടെ അന്ത്യശാസനം. യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് മുന്നറിയിപ്പ് നൽകി അറാബ് ചീഫ്. ഗൾഫിൽ എണ്ണക്കപ്പലുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ US കരസേനയെ ഇറക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഇന്ത്യ സഹായിച്ചേക്കുമെന്ന് സൂചിപ്പിച്ച് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. കടലിടുക്ക് തുറക്കുന്നതിൽ ലോകം ഒന്നിക്കുമെന്നും USന്റെ ആ ലക്ഷ്യം നേടാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും റൈറ്റ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ ട്രംപിന്റെ തയ്യാറെടുപ്പ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ഇറാനും നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരം. ഇറാനുമായുള്ള ചർച്ചകൾ ഇന്ത്യയിലേക്കുള്ള LPG വിതരണം സുഗമമാക്കാൻ സാധിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കി തമിഴക വെട്രി കഴകം. ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്ന് ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ. TVK നിലപാട് വ്യക്തമാക്കിയത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ വഴി NDA സഖ്യത്തിലെത്താൻ BJPയുടെ ശ്രമം തുടരുന്നതിനിടെ 80 സീറ്റും ഉപമുഖ്യമന്ത്രി പദവും TVKക്ക് NDA വാഗ്ദാനം ചെയ്തുവെന്ന് അഭ്യൂഹം. CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട CC മുകുന്ദൻ MLA BJPയിൽ ചേർന്നു. നടപടി മുകുന്ദനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ CC മുകുന്ദനെ പാർട്ടി പുറത്താക്കിയത് CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിന് പിന്നാലെ നാട്ടികയിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാവും. അമ്പലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങുന്ന മുതിർന്ന നേതാവ് G സുധാകരനെ പിന്തുണയ്ക്കുമെന്ന കോൺഗ്രസ് തീരുമാനത്തെ കുറിച്ച് അറിയില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുമെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാണ് ചർച്ച ചെയ്യുന്നതെന്നും KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി എന്നും പ്രഖ്യാപനമുണ്ടെന്നും ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനമെല്ലാം ഭദ്രമെന്നും വേണുഗോപാൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് ശബരിമല യുവതി പ്രവേശനത്തെ ശക്തമായി എതിർത്ത സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി. അഭിഷേക് മനു സിംഗ്വിയെ കേസിൽ ഹാജരാകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത് യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയെ മാറ്റിയിട്ട് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വാദം എഴുതി നൽകുന്നതിന് കൂടുതൽ സമയം ബോർഡിന് ആവശ്യപ്പെട്ട് സിംഗ്വി. സമയപരിധി അടുത്ത തിങ്കളാഴ്ച വരെ നീട്ടി സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ പിൻഗാമിയാകാൻ ഫോറിൻ സെക്രട്ടറി വൈറ്റ് കൂപ്പർ അണിയറ നീക്കം സജീവമാക്കുന്നതായി റിപ്പോർട്ട്. മെയ് മാസത്തിലെ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ ലേബർ വീണാൽ കീർ സ്റ്റാർമർക്ക് പുറത്തേക്കുള്ള വഴി തെളിയും. വിമർശകർ ഇതിനായി നീക്കം തുടങ്ങിയിട്ടുണ്ട്. എഡ് മിലിബന്ദിന് ചാൻസലറാകാൻ ടിക്കറ്റ് നൽകി നമ്പർ 10 പിടിക്കാനാണ് കൂപ്പറിന്റെ നീക്കം. ഇത് സംഭവിച്ചാൽ പാർട്ടി ഒരുമിപ്പിക്കുന്ന നേതാവായി അവതരിക്കാനാണ് കൂപ്പറിന്റെ നീക്കം. അടുത്ത പൊതുതിരഞ്ഞെടുപ്പിലേക്ക് നയിക്കാൻ പാർട്ടി തന്നെ ആവശ്യപ്പെടുമെന്നാണ് കൂപ്പറിന്റെ അനുകൂലികൾ കരുതുന്നത്. മുൻ ലേബർ നേതാവായ എഡ് മിലിബന്ദിനെ ചാൻസലറായി നിയോഗിക്കാനാണ് പദ്ധതി. പാർട്ടി അംഗങ്ങൾക്കിടയിൽ അടുത്ത നേതാവാനുള്ള പട്ടികയിൽ മുന്നിലാണ് NSG സെക്രട്ടറി മിലിബന്ദ്. എന്നാൽ കൂപ്പർ 11ാം സ്ഥാനത്താണ്. മെയ് 7 തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും. മെയ് മാസം നടക്കേണ്ട ലോക്കൽ തിരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കുകയായിരുന്നു സ്റ്റാർമറുടെ പദ്ധതി. എന്നാൽ നിഖൽ ഭരാജിന്റെ നേതൃത്വത്തിൽ നിയമപരമായ വെല്ലുവിളി ഉയർന്നതോടെ സ്റ്റാർമർ പിന്മാറുകയായിരുന്നു. ലോക്കൽ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്നത് ലേബറിന് മാത്രമല്ല കൺസർവേറ്റീവുകൾക്ക് മോശം വാർത്തയാണ്. സർവേകളിൽ നൂറുകണക്കിന് സീറ്റുകൾ റിഫോം സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രിക്കെതിരെ പാർട്ടികളിൽ തന്നെ സമ്മർദ്ദം ഉയരുന്ന സാഹചര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയമായി സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്ന പക്ഷം സ്റ്റാർമറുടെ രാജിയിലാവും കലാശിക്കുക. എന്നാൽ നേതൃപദവി ആഗ്രഹിക്കുന്ന ലേബർ മന്ത്രിമാരെയും MPമാരെയും ഒതുക്കാനാണ് സ്റ്റാർമർ ലക്ഷ്യമിടുന്നതെന്നാണ് ആരോപണം. UK ബെനിഫിറ്റ് കൈപ്പറ്റി ജീവിക്കുന്നവരുടെ എണ്ണം റെക്കോർഡ് തലത്തിലെത്തി. ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി അവകാശപ്പെട്ട് 1.3 മില്യൺ പേർ ഇപ്പോൾ പുതുതായി ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നു. 2024 ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം സ്ഥിതി കൂടുതൽ വഷളായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം 17% വർദ്ധിച്ചു. 2025 നവംബറിലെ കണക്കുകൾ പ്രകാരം യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഹെൽത്ത് ക്ലെയിം കൈപ്പറ്റുന്നവരിൽ 13,44,500 പേർ മാനസികവും പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. 2024 നവംബറിൽ ഇത് 11,53,400 ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് ആൻഡ് പെൻഷൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഉത്കണ്ഠ, വിഷാദം പോലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം ഉയരുന്നു. എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പേരിൽ ഹെൽത്ത് ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം 2025 ഡിസംബറിൽ 31,42,028 ആയി. 2024 ഡിസംബറിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 48% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ കെന്റ് സർവകലാശാലയുടെ ക്യാമ്പസിൽ മെനിഞ്ചൈറ്റിസ് പടർന്ന് പിടിച്ചതിനെ തുടർന്ന് 2 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരാൾ സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. 20 18 മുതൽ 21 വരെ പ്രായമുള്ള യുവാക്കളാണ് എന്നാണ് റിപ്പോർട്ട്. കാൻഡർബറി പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് അസുലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 11 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. സർവകലാശാലയും ആരോഗ്യവകുപ്പും സംഭവത്തെ ഗൗരവമായി കാണുകയും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രത്യേക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെയും നാടുകളെയും ബാധിക്കുന്ന ഗുരുതരാണുബാധയാണ്. രോഗം പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യ വിദഗ്ധർ അതീവ ജാഗ്രത നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി സർവകലാശാലയിലെ 30,000-ലധികം വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമ്പസിലെ ചില ഹോസ്റ്റൽ വകുപ്പുകളിൽ താമസിക്കുന്നവർക്കും രോഗബാധിതരുമായി അടുത്ത ബന്ധം പുലർത്തിയവർക്കും മുൻകരുതലായി ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്ന നടപടികളും ആരംഭിച്ചു. കാൻഡർബറിയിൽ നടന്ന ഒരു സാമൂഹ്യ പരിപാടിയിൽ പങ്കെടുത്തവരുമായി ഈ രോഗവ്യാപനം ബന്ധപ്പെട്ടിരിക്കാമെന്ന സംശയത്തിലാണ് ആരോഗ്യ വിദഗ്ധർ അന്വേഷണം നടത്തുന്നത്. രോഗബാധിതരുമായി അടുത്ത സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്താനും നിരീക്ഷിക്കാനും ആരോഗ്യവകുപ്പ് ശ്രമം തുടരുകയാണ്. ഉയർന്ന പനി, ഛർദി, കടുത്ത തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ സാധാരണ പനി പോലെയുള്ള അവസ്ഥകളുമായി തെറ്റായി കരുതാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോൺടാക്ട്ലെസ് കാർഡുകളുടെ പരിധിയിൽ ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി മാറ്റങ്ങൾ വരുത്തി. നിലവിൽ ഫിസിക്കൽ കോൺടാക്ട്ലെസ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഉപഭോക്താവിന് നടത്താൻ കഴിയുക പരമാവധി 100 പൗണ്ടിന്റെ ഇടപാടുകളാണ്. ഈ പരിധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചിപ്പും പിന്നും ഉപയോഗിച്ചാൽ മാത്രമേ കാർഡ് വഴി ഇടപാടുകൾ നടത്താൻ കഴിയുകയുള്ളൂ. ഇനി മുതൽ ഈ പരിധി നിശ്ചയിക്കാനോ അത് പൂർണ്ണമായും ഒഴിവാക്കുവാനോ ഉപഭോക്താക്കൾക്ക് കഴിയും. ചില ഹൈസ്ട്രീറ്റ് ബാങ്കുകൾ ഇതിനോടകം തന്നെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ സിംഗിൾ ട്രാൻസാക്ഷൻ പരിധിയായ 300 പൗണ്ട് വേണമെങ്കിൽ മാറ്റാനും ഉപഭോക്താക്കൾക്ക് കഴിയും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ബ്രിട്ടീഷ് കുടുംബങ്ങളുടെ ചെലവ് കുതിച്ചുയരും. കൗൺസിൽ ടാക്സ് മുതൽ TV ലൈസൻസ് ഫീസ് വരെ വർദ്ധിക്കുകയാണ്. നികുതി വർധനവ് കുടുംബ ബജറ്റിൽ വലിയ സമ്മർദ്ദമായിരിക്കും ഉണ്ടാക്കുക. മധ്യപൂർവേഷ്യയിലെ സംഘർഷം മൂലം ഉണ്ടാകുന്നത് വിലയിരുത്തപ്പെടുന്ന പണപ്പെരുപ്പം ഈ ഭാരം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഏപ്രിൽ 6 മുതലാണ് നികുതി വർധനവ് പ്രാബല്യത്തിൽ വരിക. ഇംഗ്ലണ്ടിലെ ഉയർന്ന ടയറിലുള്ള കൗൺസിലുകളിൽ 80% ഏപ്രിൽ മുതൽ നികുതിയിൽ ചുരുങ്ങിയത് 4.99% വർധനവ് വരുത്തും. എന്നാൽ 7 തദ്ദേശ ഭരണകൂടങ്ങൾക്ക് നികുതി 9% വരെ വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. നോർത്ത് സോമർസെറ്റ്, ഷോംഷെയർ, ഓൾസ്റ്റെയർ എന്നിവിടങ്ങളിലെ നികുതിയിൽ 8.99% വർധനവാണ് ഉണ്ടാവുക. വിന്ററിലും, മിൻഡൻ ഹെൻഡിലും, ട്രെഫോർഡിലും, വാരിംഗ്ടണിലും 7.49% വർധനവ് ഉണ്ടാകും. ഏപ്രിൽ 1 മുതൽ BBC TV ലൈസൻസ് നിരക്കും വർദ്ധിക്കുകയാണ്. നിലവിൽ 174.5 പൗണ്ടുള്ള ലൈസൻസ് ഫീസ് 180 പൗണ്ടായാണ് വർദ്ധിക്കുക. പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്ന 75 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് സൗജന്യ ലൈസൻസ് തുടർന്നും ലഭിക്കും. അതുപോലെ ഇംഗ്ലണ്ടിലും വെയിൽസിലും വാട്ടർ ബില്ലിൽ 5.4% വർധനവാണ് ഏപ്രിലിൽ വരാനിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഇന്ത്യ സഹായിച്ചേക്കുമെന്ന് സൂചിപ്പിച്ച് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. ഹോർമൂസ് കടലിടുക്ക് വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളെ സമീപിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് റൈറ്റ് പറഞ്ഞു. USനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ചില രാജ്യങ്ങളെ കുറിച്ച് ട്രംപ് തന്നോട് പറഞ്ഞതായി റൈറ്റ് അവകാശപ്പെട്ടു. ഈ രാജ്യങ്ങളെ കുറിച്ച് പരാമർശിക്കവെയാണ് ഇന്ത്യയുടെ കാര്യവും റൈറ്റ് സൂചിപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ മറ്റ് രാജ്യങ്ങളെ സമീപിക്കുകയാണെന്ന് ശനിയാഴ്ച പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അദ്ദേഹം ചൈന, ജപ്പാൻ, UK, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പേരുകൾ പരാമർശിച്ചു. ചില രാജ്യങ്ങൾ USനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് റൈറ്റ് റിപ്പോർട്ടർമാരോട് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേക പേരുകൾ നൽകാമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ക്രിസ് റൈറ്റ് ചോദ്യം ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങളുടെ പേര് പരാമർശിച്ചു. താൻ ആ രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വിവരങ്ങൾ പുറത്തുവിടില്ല എന്നും റൈറ്റ് പറഞ്ഞു. ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ, കൊറിയ, ചൈന, തായ്ലൻഡ്, ഇന്ത്യ എന്നിവയുടെ മൊത്തം ഊർജ്ജ വിതരണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് വരുന്നതെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ ലോകം ഒന്നിക്കുമെന്നും USന്റെ ആ ലക്ഷ്യം നേടാൻ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും റൈറ്റ് കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതായും ഈ ആഴ്ച അവസാനം അത് പ്രഖ്യാപിക്കുമെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രസ്താവനകൾ. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലും എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രവുമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. പേർഷ്യൻ ഗൾഫിൽ എണ്ണക്കപ്പലുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ US കരസേനയെ ഇറക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഈ ദ്വീപ് ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണ് എന്നാണ് US വിലയിരുത്തുന്നത്. ഇറാന്റെ മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90 മുതൽ 95% വരെ കൈകാര്യം ചെയ്യുന്നത് ഈ ചെറിയ ദ്വീപാണ്. ഒരേ സമയം 10 സൂപ്പർ ടാങ്കറുകളിൽ എണ്ണ നിറയ്ക്കാനുള്ള ശേഷിയുള്ള ഈ കേന്ദ്രത്തിന് പ്രതിദിനം ഏകദേശം 70 ലക്ഷം ബാരൽ എണ്ണ കയറ്റി അയക്കാൻ സാധിക്കും. ഇറാൻ തീരത്ത് നിന്ന് ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ അകലെ ബുഷർ തുറമുഖത്തിന് സമീപമാണ് ഈ തന്ത്രപ്രധാനമായ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ ഊർജ്ജ മേഖലയുടെ നിലനിൽപ്പ് തന്നെ ഈ ദ്വീപിനെ ആശ്രയിച്ചാണെന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ US ശക്തമായ നടത്തിയിരുന്നുവെങ്കിലും എണ്ണ ശുദ്ധീകരണ ശാലകളെ തൽക്കാലം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ എണ്ണ വരുമാനം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി.
തങ്ങളുടെ പ്രധാന വരുമാന മാർഗം തടസ്സപ്പെട്ടാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാർഖ് പിടിച്ചെടുക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തിന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രഹരമായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ കരുതുന്നു. എന്നാൽ ഇത്തരമൊരു നീക്കം വലിയ അപകട സാധ്യതകൾ നിറഞ്ഞതാണ്. കാരണം ഇത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശൃംഖലകൾക്കും പൈപ്പ് ലൈനുകൾക്കും നേരെ ഇറാന്റെ പ്രത്യാക്രമണത്തിന് കാരണമായേക്കാം. ഹോർമുസ് കള്ളിടുക്ക് തുറക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഇനിയും വൈകുകയാണെങ്കിൽ അമേരിക്ക കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയേക്കും. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന് താൻ തയ്യാറല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ കൂടുതൽ മികച്ച കരാർ വ്യവസ്ഥകൾ നേടിയെടുക്കുന്നതിനായി US യുദ്ധം തുടരുമെന്ന് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. അതേസമയം ഇത്തരത്തിലൊന്നും ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാകുമ്പോൾ യുദ്ധം അവസാനിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. സുഗമമായ എണ്ണ നീക്കത്തിന് വഴിയൊരുക്കുന്നതിനായി ഹോർമുസ് കള്ളിടുക്കിന് വടക്കുഭാഗത്തുള്ള ഇറാന്റെ തീരമേഖലകളിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഇറാന്റെ പ്രധാന എണ്ണ കേന്ദ്രമായ ഖാർഖിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരു ദിവസത്തിന് വേണ്ടി വീണ്ടും ബോംബിടുമെന്നാണ് പറഞ്ഞത്. ഇറാൻ യുദ്ധവും അതിൽ തുടർന്നുണ്ടായ ഹോർമുസ് പ്രതിസന്ധിയും കാരണം ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരുമ്പോഴാണ് യുദ്ധം നിർത്തില്ല എന്ന് ട്രംപ് പറഞ്ഞത്. ഹോർമുസ് കള്ളിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമാനിയുടെ പ്രസ്താവന ട്രംപ് തള്ളിക്കളഞ്ഞു. അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇതുവരെ ആർക്കും അദ്ദേഹത്തെ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. സംഘർഷം വിപുലമാക്കുന്ന നടപടികളിൽ നിന്ന് വിദേശ രാജ്യങ്ങളോട് വിട്ടുനിൽക്കാൻ അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി നോയൽ ബാരോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അരാഗ്ചി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഹോർമുസ് വഴി പോകുന്ന എണ്ണക്കപ്പലുകളെ സംരക്ഷിക്കാൻ യുദ്ധക്കപ്പലുകൾ അയച്ച് സഹായിക്കണമെന്ന് ട്രംപ് വിവിധ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഹോർമുസ് അടച്ചത് ബാധിക്കുന്ന ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ നാവിക അകമ്പടി നൽകുന്നതിനായി മേഖലയിലേക്ക് കപ്പലയക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു ഭവനം വേണമെന്ന എറണാകുളം ജില്ലയിലെ പറവൂരിലെ ഒരു ഭവനരഹിത കുടുംബത്തിന്റെ സ്വപ്നമാണ് IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ നേതൃത്വത്തിൽ പീറ്റർബോറോ യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം ശനിയാഴ്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA കൈമാറിയപ്പോൾ സാക്ഷാത്കരിച്ചത്. UKയിലെ പ്രവാസി സംഘടനാ പ്രവർത്തന രംഗത്ത് സ്നേഹത്തിന്റെയും കരുണയുടെയും ഒത്തൊരുമയുടെയും പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്നേഹവീടിന്റെ തറക്കല്ലിടീൽ കർമ്മം 2025 ഓഗസ്റ്റ് 19 IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ്, പീറ്റർബോറോ യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ VD സതീശൻ MLA നിർവഹിച്ചിരുന്നു. IOC പീറ്റർബോറോ യൂണിറ്റ് ഭാരവാഹികളുടെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചും മറ്റു സുമനസ്സുകളുടെ പിന്തുണ തേടിയും ബിരിയാണി ചലഞ്ച് പോലുള്ള പദ്ധതികൾ സംഘടിപ്പിച്ചുമാണ് കുട്ടികളടക്കമുള്ള പറവൂരിലെ ആ കുടുംബത്തിന് വീടൊരുക്കുന്നതിനായുള്ള പണം കണ്ടെത്തിയത്. IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ്, ജോയിന്റ് ട്രഷറർ മണികണ്ഠൻ ഐക്കാട്, യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ്, ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ, ഭാരവാഹികളായ ജിജി ഡെന്നി, ജെനു എബ്രഹാം, സിബി അറക്കൽ, ഡിനു എബ്രഹാം, അനൂജ് മാത്യു തോമസ്, സണ്ണി എബ്രഹാം, ജോബി മാത്യു എന്നിവർ ഈ സ്വപ്ന പദ്ധതിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചു. ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി മുന്നേറുന്ന IOC UK കേരള ചാപ്റ്റർ പ്രവാസികളുടെ സ്നേഹവും കരുതലും സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിലാണ് എന്നും മുൻതൂക്കം നൽകുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സമൂഹത്തിന് പ്രതീക്ഷയും മാനുഷികതയും പകർന്നുകൊണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുമെന്നും അതിനായി കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയും അതിന്റെ ഭാഗമായ യൂണിറ്റ് റീജിയനുകളും എന്നും ഇത്തരം പദ്ധതികളുടെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 92.38 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.58 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.33 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കി തമിഴക വെട്രിക്കഴകം. വരുന്ന തിരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ല എന്നും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും ജനറൽ സെക്രട്ടറി CTR നിർമ്മൽകുമാർ പറഞ്ഞു. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ വഴി NDA സഖ്യത്തിലെത്തിക്കാൻ BJP ശ്രമം തുടരുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് TVK നിലപാട് വ്യക്തമാക്കിയത്. 80 സീറ്റ് ഉപമുഖ്യമന്ത്രി പദവും TVKക്ക് NDA വാഗ്ദാനം ചെയ്തുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കരൂർ ദുരന്തത്തിലെ CBI കേസും ജനനായകൻ സിനിമയുടെ സെൻസർ കുരുക്കും TVK നേതാവ് വിജയെ സമ്മർദ്ദത്തിലാക്കാൻ BJP നേതൃത്വം ഉപയോഗിക്കുന്നതായും ആരോപണങ്ങൾ ഉയർന്നു. DMKയും രാഷ്ട്രീയ ശത്രുവായും BJPയെ പ്രത്യയശാസ്ത്ര ശത്രുവായും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും TVK സഖ്യത്തിലെത്തിക്കാൻ BJP ദേശീയ നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിന് പിന്നാലെ TVK നിലപാട് തുറന്നു പറഞ്ഞത്. അതേസമയം വിവിധ മണ്ഡലങ്ങളിൽ TVKയുടെ ജയസാധ്യത വിലയിരുത്താൻ വെള്ളിയാഴ്ച ചേർന്ന ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ സഖ്യം വേണമെന്ന അഭിപ്രായത്തിലാണ് മുൻതൂക്കം ലഭിച്ചത്. 234 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പ്രയാസമില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഭാര ചെലവ് താങ്ങാൻ ശേഷിയുള്ളവർ കുറവാണെന്ന് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശരാശരി 5 കോടി രൂപയെങ്കിലും ചെലവിടേണ്ടി വരും. തനിച്ച് ഇത്രയും പണം സമാഹരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമാകുന്നതാണ് നല്ലതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ സഖ്യം വേണ്ടെന്ന തീരുമാനത്തിൽ നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. BJPയുമായി സഖ്യമുണ്ടാക്കിയാൽ അവർ
വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുമോ എന്നാണ് നേരത്തെ നിർമ്മൽ കുമാർ ചോദിച്ചത്. TVKയുമായി സഖ്യത്തിന് നീക്കമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തമിഴ്നാട് BJP അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് സഖ്യമാണ് വലുത്, ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ഇറാനും നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരമായി മുന്നേറുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇറാനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഫലം നൽകുന്നുണ്ടെന്നും അതിലൂടെ ഇന്ത്യയിലേക്കുള്ള LPG വിതരണം സുഗമമാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ എണ്ണക്കടത്തിന്റെ 5-1 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഈ ജലപാത വീണ്ടും തുറക്കാൻ സഹായിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഫിനാൻഷ്യൽ ടൈംസ് നൽകിയ അഭിമുഖത്തിൽ ജയശങ്കർ പറഞ്ഞു. നിലവിൽ ഇന്ത്യയുടെ 2 ഇന്ധന കപ്പലുകൾ ഈ പാതയിലൂടെ സുരക്ഷിതമായി യാത്ര തിരിച്ചത് സമാധാനപരമായ ചർച്ചകളുടെ ഫലമായാണ് രാജ്യം കണക്കാക്കുന്നത്. ഓരോ കപ്പലിന്റെയും നീക്കം പ്രത്യേകമായി പരിശോധിച്ചാണ് അനുമതി ലഭ്യമാക്കുന്നതെന്നും മറ്റ് വിദേശ രാജ്യങ്ങൾക്കും ഈ നയതന്ത്ര മാതൃക പിന്തുടരാവുന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായുള്ള സജീവ ബന്ധം അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ ഇപ്പോഴും അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചകൾ ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായോ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾക്ക് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ടെന്നും നിലവിലെ സാഹചര്യം പരിഹരിക്കുന്നതിന് ഇറാനുമായുള്ള തുടർച്ചയായ ഇടപെടലാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നാം യുക്തിസഹമായി ചിന്തിക്കുകയും ഏകോപിപ്പിക്കുകയും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സമീപനം മറ്റുള്ളവർക്കും ഇത്തരം ഇടപെടലുകൾ നടത്താൻ സാഹചര്യം ഒരുക്കുമെങ്കിൽ അത് ലോകത്തിന് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകളുടെ ഇതുവരെയുള്ള ഫലങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും ചർച്ചകൾ ഇപ്പോഴും നടന്നു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നയതന്ത്ര ഇടപെടലിലൂടെയുള്ള പുരോഗതിയുടെ ഉദാഹരണമായി ശനിയാഴ്ച 2 ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വാഹക കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോയ കാര്യം ജയശങ്കർ ചൂണ്ടിക്കാട്ടി. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഏപ്രിൽ കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങൾ ഒഴിയുന്ന സീറ്റുകളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 4 മണി വരെ തുടരും. വോട്ടെണ്ണൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കും. ആകെ 37 സീറ്റുകളിൽ 26 സ്ഥാനാർത്ഥികൾ ഇതിനോടകം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ BJPയിൽ നിന്ന് 7 പേരും കോൺഗ്രസിൽ നിന്ന് 5 പേരും ഉൾപ്പെടുന്നു. ബാക്കിയുള്ള 11 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ബീഹാർ, ഒഡീഷ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ മത്സരരംഗത്തുള്ള പ്രമുഖ നേതാക്കളാണ്. ശരത് പവാർ, അഭിഷേക് മനു സിംഗ്വി, തിരുച്ചി ശിവ, വിനോദ് താവ്ഡെ, രാംദാസ് അത്താവലെ, ബാബുൽ സുപ്രിയോ തുടങ്ങിയ പ്രമുഖർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നിവയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന 10 സംസ്ഥാനങ്ങൾ. ബീഹാർ, ഹരിയാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ NDAയും പ്രതിപക്ഷ സഖ്യവും തമ്മിലുള്ള പ്രധാന പോരാട്ട വേദിയാണ്. കുതിരക്കച്ചവടം ഭയന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തങ്ങളുടെ MLA-മാരെ റിസോർട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഹാറിൽ 5 MLA-മാരുള്ള AIMIM RJD സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ BJDയുടെ 2 സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA-മാർക്ക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട CC മുകുന്ദൻ MLA BJPയിൽ ചേർന്നു. ഇന്ന് ഉച്ചയോടെ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിൽ എത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. നാട്ടികയിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CC മുകുന്ദൻ BJP അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. നേരത്തെ മുകുന്ദനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് മുകുന്ദൻ BJPയിലേക്ക് ചേക്കേറുന്നത്. നാട്ടികയിൽ CPI സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിന് പിന്നാലെയാണ് CC മുകുന്ദനെ പുറത്താക്കിയത്. പിന്നാലെ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് മുകുന്ദൻ പ്രഖ്യാപിക്കുകയായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി മുകുന്ദൻ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. തൃശൂർ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരുമായും CC മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിരുന്നില്ല. നാട്ടികയിലെ കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകർക്കിടയിൽ CC മുകുന്ദനെതിരെ വികാരം ഉയർന്നിരുന്നു. CPI പുറത്താക്കിയ സ്ക്രാപ്പ് തങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. മുകുന്ദൻ നിരന്തരമായി പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നായിരുന്നു CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണം. അമ്പലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങുന്ന മുതിർന്ന നേതാവ് G സുധാകരനെ പിന്തുണയ്ക്കുമെന്ന കോൺഗ്രസ് തീരുമാനത്തെക്കുറിച്ച് അറിയില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇതൊക്കെ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളാണെന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുമെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാണ് ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. G സുധാകരൻ മത്സരിച്ചാൽ വിജയ സാധ്യത ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യോഗത്തിലാണ് ചർച്ച ചെയ്യുക. കൃത്യമായ സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയായി. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം എല്ലാം ഭദ്രമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അതിലുള്ള MLA-മാരെ തന്നെയാണ് വീണ്ടും മത്സരിപ്പിക്കുന്നത്. മറ്റ് അത്ഭുതങ്ങളൊന്നും പാർട്ടിയിൽ ഇല്ലല്ലോ എന്നും KC ചോദിച്ചു. ജനങ്ങളെ ഉപദ്രവിച്ച് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരാണ് വീണ്ടും മത്സരിക്കുന്നത്. CPIയും ഓളമുണ്ടാക്കിയതായി തോന്നില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജനങ്ങളെ ഉപദ്രവിച്ച് സർക്കാരിന്റെ ഭാഗമായുള്ളവരാണ് 57 സിറ്റിംഗ് MLA-മാരും. ഇതിൽ പുതുമ ഒന്നുമില്ലല്ലോ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിൽ കമ്മീഷനെതിരെ KC വേണുഗോപാൽ ആരോപണം ഉന്നയിച്ചു.
ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നിവയെല്ലാം ഒരുമിച്ച് തിരഞ്ഞെടുപ്പിന് മുൻപായി വരുന്നു. അതിനാൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം നടത്താൻ ലഭിക്കുന്നത് വെറും 10 ദിവസമാണെന്നും കെ സി വേണുഗോപാൽ പങ്കുവച്ചു. കോൺഗ്രസ് പ്രധാനമായും മത്സരിക്കുന്ന കേരളം, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇത്രയും നേരത്തെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് സമയം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ കോൺഗ്രസിന്റെ പ്രചാരകരായ നേതാക്കന്മാർക്ക് പരിമിതി ഏർപ്പെടുത്താനും വേണ്ടിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. മുൻപും ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിലും തീയതികളുടെ കാര്യത്തിൽ ഇത്തരം സമീപനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു 4 ദിവസം നീട്ടിവെച്ചതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിൽ വളരെയേറെ ദുരൂഹതകളുണ്ട്. ഇതുകൊണ്ട് കോൺഗ്രസിന് ഭയമൊന്നുമില്ല. കോൺഗ്രസ് തയ്യാറാണെന്നും 25 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം മാറുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തെ ശക്തമായി എതിർത്ത സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകും. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയെ മാറ്റിയാണ് അഭിഷേക് മനു സിംഗ്വിയെ കേസിൽ ഹാജരാകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത്. പുനഃപരിശോധനാ ഹർജിയിൽ ബോർഡ് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായിരുന്ന അഭിഷേക് മനു സിംഗ്വി ആയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ച് വിവാദം കേട്ടത് 2019 ഫെബ്രുവരി 6-നായിരുന്നു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി ആയിരുന്നു. യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്നുവെന്നും എല്ലാവർക്കും ക്ഷേത്ര പ്രവേശനത്തിന് അധികാരമുണ്ട് എന്നുമാണ് ദ്വിവേദി അന്ന് കോടതിയിൽ വാദിച്ചത്. ഈ വാദം ദേവസ്വം ബോർഡ് മാറ്റിയെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത്. 2019 ഫെബ്രുവരി 6-ാം തീയതി സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തെ എതിർത്താണ് അഭിഷേക് മനു സിംഗ്വി വാദം ഉന്നയിച്ചത്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ സിംഗ്വി അതിനു മുൻപ് ബോർഡിന് വേണ്ടി ഈ കേസിൽ ഹാജരായിരുന്നു. 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വാദം എഴുതി നൽകുന്നതിന് കൂടുതൽ സമയം ബോർഡിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിംഗ്വി ഇന്ന് കോടതിയിൽ ഹാജരായത്. സിംഗ്വിക്കൊപ്പം സ്റ്റാൻഡിംഗ് കോൺസൽ PS സുധീറും ഹാജരായി. ഇവരുടെ ആവശ്യം അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് വാദം എഴുതി നൽകുന്നതിനുള്ള സമയപരിധി അടുത്ത തിങ്കളാഴ്ച വരെ നീട്ടി. എല്ലാ കക്ഷികൾക്കും ഇത് ബാധകമായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനലിസിമ പോരാട്ടം ഉണ്ടാകില്ല. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സരം റദ്ദാക്കിയതായി യുവേഫ അറിയിച്ചു. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലെ ഖത്തറിലെ ദോഹയിൽ മാർച്ച് 27-നാണ് മത്സരിക്കേണ്ടിയിരുന്നത്. അർജന്റീന ലോക കിരീടം ഉയർത്തിയ ലുസൈൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നിശ്ചയിച്ചിരുന്നത്. യുദ്ധം നടക്കുന്നതിനാൽ ഖത്തറിലേക്ക് ടീമുകൾക്ക് എത്തുന്നതിനും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു. മറ്റൊരു വേദിയിൽ മത്സരം നടത്താനുള്ള ആലോചനയും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഖത്തറിന് പകരം മാഡ്രിഡിലെ സാന്റിയാഗോ ബെർണബ്യൂവിൽ മത്സരം നടത്താൻ യുവേഫ നിർദ്ദേശിച്ചെങ്കിലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അത് നിരസിക്കുകയായിരുന്നു. മത്സരം 2 പാദങ്ങളായി നടത്താനുള്ള നിർദ്ദേശവും അർജന്റീന തള്ളി. ഒടുവിൽ മാർച്ച് 31-ന് മത്സരം നടത്താമെന്ന് അർജന്റീന അറിയിച്ചെങ്കിലും സ്പെയിനിന്റെ തിരക്കേറിയ ഷെഡ്യൂൾ കാരണം ആ തീയതി പ്രായോഗികമല്ല എന്ന് യുവേഫ അറിയിക്കുകയായിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പൊതുവായ തീയതിയിലോ വേദിയിലോ ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ ഈ വർഷത്തെ ഫൈനലിസിമ ഔദ്യോഗികമായി റദ്ദാക്കുകയാണെന്ന് യുവേഫ പ്രഖ്യാപിച്ചു. കൗമാര പ്രതിഭ ലാമിൻ യമാലും ഇതിഹാസ താരം ലയണൽ മെസ്സിയും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇത്തവണത്തെ ഫൈനലിസിമ വിലയിരുത്തപ്പെട്ടിരുന്നത്. ലോകകപ്പിന് മുൻപ് ഇരു ടീമിനും മികച്ച പരിശീലന മത്സരം കൂടിയായി ഇത് മാറുമായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ പിൻഗാമിയാകാൻ ഫോറിൻ സെക്രട്ടറി വൈറ്റ് കൂപ്പർ. അണിയറ നീക്കം സജീവം. മെയ് മാസത്തിലെ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെട്ടാൽ കീർ സ്റ്റാർമറെ പാർട്ടി പുറത്താക്കും. പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാൻ നേതാക്കൾ ആവശ്യപ്പെടുമെന്ന പ്രതീക്ഷയിൽ കൂപ്പറിന്റെ അനുകൂലികൾ. ലോക്കൽ തിരഞ്ഞെടുപ്പ് ഫലം ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവുകൾക്കും തലവേദനയാവും. 100 കണക്കിന് സീറ്റുകൾ റിഫോം സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുമെന്ന് സർവേകൾ. UK-യിൽ ആഴ്ചകൾക്കുള്ളിൽ കുടുംബങ്ങളുടെ ചെലവ് കുതിച്ചുയരും. വർദ്ധിക്കാൻ പോകുന്നത് കൗൺസിൽ ടാക്സ് മുതൽ TV ലൈസൻസ് ഫീസ് വരെ. നോർത്ത് സോമർസെറ്റ്, ഷ്രോംഷെയർ, വോൾസ്റ്റെയർ എന്നിവിടങ്ങളിൽ നികുതി ഉണ്ടാകാൻ പോകുന്നത് 8.99% വർധനവ്. സൗജന്യ ലൈസൻസ് തുടർന്നും ലഭിക്കുന്നത് പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്ന 75 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് മാത്രം. നികുതി വർധനവ് പ്രാബല്യത്തിൽ വരിക ഏപ്രിൽ 6 മുതൽ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന് താൻ തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ മികച്ച കരാർ വ്യവസ്ഥകൾ നേടിയെടുക്കുന്നതിനായി US യുദ്ധം തുടരുമെന്നും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഹോർമുസ് കടലിടുക്കിന് വടക്കുഭാഗത്തുള്ള ഇറാന്റെ തീരമേഖലകളിൽ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്കയുടെ അന്ത്യശാസനം. യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് മുന്നറിയിപ്പ് നൽകി അറാഖ്ചി. ഗൾഫിൽ എണ്ണക്കപ്പലുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ US കരസേനയെ ഇറക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഇന്ത്യ സഹായിച്ചേക്കുമെന്ന് സൂചിപ്പിച്ച് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. കടലിടുക്ക് തുറക്കുന്നതിൽ ലോകം ഒന്നിക്കുമെന്നും US-ന്റെ ആ ലക്ഷ്യം നേടാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും റൈറ്റ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ ട്രംപിന്റെ തയ്യാറെടുപ്പ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ഇറാനും നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരം. ഇറാനുമായുള്ള ചർച്ചകൾ ഇന്ത്യയിലേക്കുള്ള LPG വിതരണം സുഗമമാക്കാൻ സാധിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കി തമിഴക വെട്രിക്കഴകം. ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്ന് ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ. TVK നിലപാട് വ്യക്തമാക്കി
പുറത്താക്കിയത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ വഴി NDA സഖ്യത്തിലെത്താൻ BJPയുടെ ശ്രമം തുടരുന്നതിനിടെ 80 സീറ്റും ഉപമുഖ്യമന്ത്രി പദവും TVKക്ക് NDA വാഗ്ദാനം ചെയ്തുവെന്ന് അഭ്യൂഹം. CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട CC മുകുന്ദൻ MLA BJPയിൽ ചേർന്നു. നടപടി മുകുന്ദനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ CC മുകുന്ദനെ പാർട്ടി പുറത്താക്കിയത് CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിന് പിന്നാലെ നാട്ടികയിൽ CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാവും. അമ്പലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങുന്ന മുതിർന്ന നേതാവ് G സുധാകരനെ പിന്തുണയ്ക്കുമെന്ന കോൺഗ്രസ് തീരുമാനത്തെ കുറിച്ച് അറിയില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുമെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാണ് ചർച്ച ചെയ്യുന്നതെന്നും KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി എന്നും പ്രഖ്യാപനമുണ്ടെന്നും ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനമെല്ലാം ഭദ്രമെന്നും വേണുഗോപാൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് ശബരിമല യുവതി പ്രവേശനത്തെ ശക്തമായി എതിർത്ത സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി. അഭിഷേക് മനു സിംഗ്വിയെ കേസിൽ ഹാജരാകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത് യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയെ മാറ്റിയിട്ട് 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വാദം എഴുതി നൽകുന്നതിന് കൂടുതൽ സമയം ബോർഡിന് ആവശ്യപ്പെട്ട് സിംഗ്വി. സമയപരിധി അടുത്ത തിങ്കളാഴ്ച വരെ നീട്ടി സുപ്രീം കോടതി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.